ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് കേട്ടോ സ്പെഷ്യൽ എരിശ്ശേരി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ അര കപ്പോളം ഉണക്കപ്പയറെടുത്തിട്ടുണ്ട് കേട്ടോ. അര കപ്പ് മതിയാവും. അപ്പോൾ കൂടുതൽ പയറും കുറച്ച് മത്തങ്ങയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് വെള്ളത്തിലൊന്നും കുതിർത്ത് വയ്ക്കുന്നൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കഴുകിയെടുത്ത് നമ്മളതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയതിന് ശേഷം കുക്കറിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന സദ്യ എരിശ്ശേരി. അപ്പോൾ ഞാനിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ ഈ സമയത്ത് ഇടില്ല കേട്ടോ. ഇനി കുക്കറിൻ്റെ മൂടി വെച്ച് ഇതൊരു 2 വിസിൽ വരുന്ന വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വയ്ക്കണം. ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇടരുത്. 2 വിസിലിന് പകുതി വെന്ത് കിട്ടും. അപ്പോൾ വിസിൽ പോയി ഓഫാക്കിയതിന് ശേഷം ഞാൻ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഏതാണ്ട് ഒരു 1/2 കിലോനോളം ഉണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വലിയ കഷ്ണങ്ങളാക്കി കഴുകിയെടുത്തതാണ് കേട്ടോ. അത്യാവശ്യം വലിയ കഷ്ണങ്ങളാണ്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി, പച്ചമുളക്, 4 പച്ചമുളക്, ഒരു 6 അല്ലി ചെറിയുള്ളി. ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ച് ചൂടായി വരുമ്പോൾ 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുത്തു. പച്ചമുളക് എരിവിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് മാത്രമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കണം. ക്യൂമിൻ സീഡ് 1/2 സ്പൂണോളം ഇട്ട് കൊടുത്ത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്തെടുക്കുന്നതാണ് ശരിക്കും ഈ എരിശ്ശേരിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നല്ലോണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണേ. അപ്പോൾ ഇനി ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതായി വരുമ്പോഴേക്കും നമ്മുടെ കുക്കർ വിസിലൊക്കെ പോയി അത് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തുറന്ന് നോക്കാം. അപ്പോൾ അത്യാവശ്യം മാത്രമേ വെന്തിട്ടുള്ളൂ. നമ്മളിത് അധികം വേവിച്ചിട്ടില്ല. ഇനി ഒരു വിസിലും കൂടെ പോയാൽ മാത്രമാണ് ഈ ഒരു പയർ വെന്ത് കിട്ടുള്ളൂ. പല പയറും വ്യത്യസ്തമായിരിക്കും കേട്ടോ. എനിക്കിപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കഴിക്കാൻ പാകത്തിന് ഇത് വെന്ത് കിട്ടണം. അത്യാവശ്യം വെള്ളവും ഇതിലുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മത്തങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പയർ നല്ലവണ്ണം ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമാണ് ഞാനിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ ഈ ഒരു രീതിയിലൊന്ന് ഒതുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പയറും മത്തങ്ങയും വേകാനുള്ള വെള്ളം ഇതിലുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1/2 സ്പൂണോളം ഉപ്പ് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, ഉപ്പ് ഇതിൽ പിടിക്കുകയും ചെയ്യും. അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിലേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മളെ തേങ്ങയൊക്കെ ഇവിടെ ഏതാണ്ടൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ തേങ്ങ നന്നായിട്ട് ഈ ഒരു രീതിയിൽ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണം തേങ്ങ വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ. നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മുടെ കുക്കർ ഒരു വിസിൽ പോകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഞാൻ തുറക്കുന്നത് കേട്ടോ. ഈ മത്തനും പയറും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ തേങ്ങയും നല്ലോണം ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര വേഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. മത്തങ്ങ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം ഒരു വിസിൽ പോയാൽ മതി. അപ്പോൾ നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ട്, മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട്. അധികം വെള്ളമൊന്നുമില്ല ഇതിൽ. ഈ മസാല അരച്ച് കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ച് തിക്കാവാനും വെള്ളം മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഇനി ഇത് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടാറിയ തേങ്ങ വറുത്തത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം, അരയ്ക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മത്തങ്ങയും പയറും കൂടെയുള്ള ആ ഒരു കൂട്ട് സ്റ്റൗവിൽ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ നല്ലോണം ഒന്ന് ഒതുക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓണത്തിനും അതുപോലെ നമ്മുടെ വീട്ടിലുള്ള സ്പെഷ്യൽ ഡേ ഒക്കെ വരുമ്പോൾ സദ്യ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇനി ഇതൊന്ന് ഒതുക്കിയെടുത്ത് വരാം. നന്നായി ചൂടാറിയ ശേഷം മാത്രമേ ഇത് ഒതുക്കിയെടുക്കാവൂ കേട്ടോ. അപ്പോൾ നല്ലോണം ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഒതുക്കിയെടുക്കാറ് കേട്ടോ, ഈ ഒരു രീതിയിൽ. നേരത്തെ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്ന മത്തനും പയറും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ഉടഞ്ഞു പോയിട്ടില്ല പയർ. അപ്പോൾ നമ്മൾ ഒതുക്കി വെച്ച ഈ ഒരു കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിൽ
1 സ്പൂണോളം ശർക്കര ചീകിയതാണ് കേട്ടോ. ചീകിയ ശർക്കര ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക രുചിയാണ്. ഇത് ഓപ്ഷനിലാണ്. ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടപ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ തിക്കായി വന്നിട്ടുണ്ട്. ഇതാണ് വീട്ടിലെ സദ്യയിലൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന എരിശ്ശേരി. ഇങ്ങനെയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലൊന്ന് താളിച്ചിടാം. അപ്പോൾ ഞാൻ വീണ്ടും ആ കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ 3 സ്പൂണോളം വെളിച്ചെണ്ണ, 1/2 സ്പൂണോളം കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 ഉണക്കമുളക്, 1 പിടിയോളം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് കൊടുക്കണേ. ഈ കറിവേപ്പിലൊക്കെ നല്ലോണം അതിൽ കിടന്ന് മൂത്ത് വരണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന എരിശ്ശേരി കൂട്ടുണ്ടല്ലോ, അത് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. കാരണം നമ്മൾ ചട്ടിയിലാണല്ലോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അതല്ലാതെ കടായിൽ വറുത്തിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താളിച്ചിടുന്ന കടായി എടുത്ത് അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി നമ്മൾ കുക്കറിലേക്ക്. എനിക്കിപ്പോൾ കുറച്ചും കൂടി ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കാറ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എരിശ്ശേരിയിൽ മത്തരി ഇങ്ങനെ കുഴഞ്ഞ് കിടക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെയുള്ള ഓണം റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.